കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കേട്ടോ. അപ്പം നമ്മുടെ സോയാ ബോൾ എടുത്തിട്ടുണ്ട്. അത് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പം ഞാൻ കഴുകി ഊറ്റിയതാണ്, നന്നായിട്ട് പിഴിഞ്ഞെടുത്തു കേട്ടോ. ഇത് വലിയ സോയാ ബോൾ ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സോയാ ബോളും ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ, കട്ട് ചെയ്യൊന്നും വേണ്ട. സോയാ ബോളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തു. ഇനി ഞാൻ കുറച്ച് മൈദമാവ് തൂളി കൊടുക്കുക. കോൺഫ്ലോർ ഉള്ളവർ കോൺഫ്ലോർ ആയാലും എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടാണ് ഞാൻ ഇത് തിളപ്പിച്ചെങ്കിലും അത് പിഴിഞ്ഞപ്പോൾ മൊത്തം ഉപ്പൊക്കെ പോയിട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കി അല്പം നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കരിയാപ്പലയൊക്കെ കോരി എടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ സോയാ ബോൾ ഇട്ട് കൊടുക്കാം. ഫുള്ള് ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം ഇടുമ്പോൾ തന്നെ ഇളക്കരുത്, അതൊന്ന് പരിവായിട്ട് മാത്രമാണ് ഇളക്കാമുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി തന്നെ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ സോയാബോളൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ കറുമുറ പലഹാരം പെട്ടെന്ന് ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ.